ഇവിടെ നല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. സാധാരണ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് ഈ ഒരു ചാൻസ് ഉള്ളത്. നല്ലൊരു ചാൻസാണ്, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പിന്നെ 2 വീലർ ഓടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, അതും 150cc ബൈക്ക്, അതായത് നാട്ടിലെ പൾസർ, യൂണിക്കോൺ ആ ഒരു കാറ്റഗറിയിലുള്ള ബൈക്കുകൾ ഓടിക്കാനുള്ള കഴിവ്. പിന്നെ ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനും അതിന് മറുപടി പറയാനുമുള്ള ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് നോളേജ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉള്ള കോൺഫിഡൻറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്താം. ഓക്കെ. പിന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത സാലറിയുള്ള പ്രോഗ്രാമാണ്. അതിന് ഉപരി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രീലാൻസർ ഫ്രീ ആയിട്ട് ജോബ് ചെയ്യാം. നിങ്ങളുടെ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യാനോ സ്ട്രെസ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ജോബ് ഇതാണ്, ബൈക്ക് ഡെലിവറി ബോയ് ആണ് ജോബ്. ദുബായിൽ ഈ ഒരു പ്രൊഫഷനെ പറയുന്ന പേരാണ് മോട്ടോർ സൈക്ലിസ്റ്റ്. എംപ്ലോയ്മെൻറ്റ് വിസയാണ്. വിസയിൽ മോട്ടോർ സൈക്ലിസ്റ്റാണ് നിങ്ങളുടെ ലേബിൾ, മീൻസ് എംപ്ലോയർ ആയിട്ട് ഉണ്ടാവുക. എംപ്ലോയ്മെൻറ്റ് വിസയിൽ നിങ്ങൾ മോട്ടോർ സൈക്ലിസ്റ്റ് എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഈ ഒരു കാറ്റഗറി വിസ 2 ഇയർ എംപ്ലോയ്മെൻറ്റ് വിസയാണ് കമ്പനി അടിക്കുന്നത്. ഈ വിസയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് 2 വീലർ ലൈസൻസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തു തരും. നിങ്ങൾ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് MOL ഉണ്ടാവും. MOL എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബർ ദുബായ് ഗവൺമെൻറ്റിൻ്റെ അതൊന്ന് അപ്രൂവൽ വരും. അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിസ വരും. വിസ വന്നു കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഡേറ്റിൽ നിങ്ങൾക്ക് അവിടെ ട്രാവൽ ചെയ്യാം, ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാം. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നാളെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യും. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉള്ള കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ കംപ്ലീറ്റ് ആയി ചെയ്യണം. മെഡിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ID വരും. എമിറേറ്റ്സ് ID ലഭിച്ചു കഴിഞ്ഞാൽ ദെൻ ഐ ടെസ്റ്റ് ഉണ്ടാവും. ഐ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈസൻസിനുള്ള ഫയൽ ഓപ്പണിംഗ് ആണ്. ലൈസൻസിനുള്ള ഫയൽ ഓപ്പണിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ്, അതിനുള്ള ട്രെയിനിങ്, ഫസ്റ്റ് കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ലേണേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ട്രെയിനിങ് കഴിഞ്ഞ് ഫൈനൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. വൺസ് നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സമയം കൊണ്ട് നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നതാണ്. ഫുള്ളി ഇൻഡിവിജ്വൽ ജോബാണ്. നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യണം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഏൺ ചെയ്യാം. ഓക്കെ. ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യാനോ പ്രഷറൈസ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ദുബായിൽ വരാനും എൻ്റെ ദുബായിൽ കറങ്ങാനും അതുപോലെ തന്നെ കറങ്ങി കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ബൈക്ക് ഡെലിവറി ജോബ് എന്ന് പറയുന്നത്. ഓക്കെ. നാട്ടിലെ സെയിം ലൈക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇല്ലേ, സെയിം അതേ ഒരു പ്രോഗ്രാം തന്നെയാണ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ജോബാണ്, സോഫ്റ്റ്വെയർ ബേസ്ഡ് ജോബാണ്. സോഫ്റ്റ്വെയർ ആപ്പ് നിങ്ങളെപ്പോൾ ഓൺ ചെയ്യുന്നു ദാറ്റ് പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോൾ നിങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്യുന്നു ആ സമയം നിങ്ങളുടെ ജോബ് ഫിനിഷ് ചെയ്യും. ഓക്കെ. സോ നാട്ടിൽ
ഈ സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഡെലിവറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ, അങ്ങനെയുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. അതല്ലാതെ ഗൾഫിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഒരു വിസിറ്റ് വിസയിലൊക്കെ ഒരു വന്ന് ജോലി തിരഞ്ഞ് പിടിച്ച് നോക്കുന്ന അതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ചാൻസ്. മെയിൻലി ഇപ്പോൾ ഇത് ഇന്ത്യയിലോട്ട് ഇത്രയധികം വേക്കൻസീസ് അവൈലബിലിറ്റി വരാനുള്ള കാരണം ഇപ്പോൾ അറ്റ് പ്രസൻ്റ്ലി UAE എമിറേറ്റ്സിൽ നിന്ന് UAE എമിറേറ്റ്സിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടൊന്നും വിസ അടിക്കുന്നില്ല. ഇപ്പോൾ മറ്റ് ചില കാരണങ്ങളാൽ വിസ അടിക്കുന്നില്ല. അപ്പോൾ മെജോറിറ്റി വിസ അടിക്കുന്നത് ഇന്ത്യയിലോട്ടാണ്. ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഹയറിങ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് മാക്സിമം ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ളവർക്കോ നിങ്ങളുമായി കണക്റ്റ് ആയിട്ടുള്ളവർക്കോ ഈ ഒരു ചാൻസ് സ്യൂട്ടബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി. എനിവേ, താല്പര്യമുള്ളവർ നോക്കുക. ഓക്കെ. പിന്നെ ഇതിനൊരു ചെറിയ സർവീസ് ചാർജ് വരുന്നുണ്ട്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാലും നോർമലി ഒരു വിസിറ്റ് വിസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ദുബായിൽ വന്ന് ജോലി നോക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ വരുള്ളൂ, കൂടുതലായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.